കലുഷിതമായ കാലാവസ്ഥയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. UN രക്ഷാസമിതി ചേരാനിരിക്കുന്നു. ഈ യുദ്ധം ഇനി വലിയൊരു ആക്രമണത്തിലേക്ക് പോകുമോ, വലിയൊരു യുദ്ധമായി വ്യാപിക്കുമോ എന്നുള്ളതാണ് ലോകവും ഒപ്പം തന്നെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഒക്കെ ഉറ്റുനോക്കുന്നത്. ജിജിൻ, നമുക്ക് വളരെ പെട്ടെന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? അശ്വത്ത, അമേരിക്ക ഈ യുദ്ധത്തിൽ ഒരു പക്ഷം പിടിച്ചിരിക്കുന്നു. ഇസ്രയേലിന് അനുകൂലമായ നിലപാടുമായി ഇറാന് അടുത്തുള്ള ഈ കടലിടുക്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ യുദ്ധത്തിൽ ഇസ്രയേലിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടായാൽ തിരിച്ചടിക്കണമെന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നയമാണ് അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ ഈ സമയം പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ. അത് തന്നെയാണ് ജിജിൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പറഞ്ഞത്. അതായത് നിലവിൽ ഈ സാഹചര്യത്തെ വളരെ സങ്കീർണമാക്കുന്നതും ഒരുപക്ഷെ ലോകം ഉറ്റുനോക്കാൻ ഇടയാക്കുന്നതും അമേരിക്കയുടെ ഈ സിറ്റുവേഷനിൽ അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ്. കൃത്യമായി അമേരിക്ക പറഞ്ഞു വെക്കുന്നു ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ എന്നത്. അമേരിക്കയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടുണ്ടായി. നമുക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. Iran launched approximately 200 ballistic missiles at Israel in a reckless and brazen attack. I condemn this attack unequivocally. I'm clear-eyed. Iran is a destabilizing, dangerous force in the Middle East, and today's attack on Israel only further demonstrates that fact. Earlier today, I was in the Situation Room with President Biden and our national security team as we monitored the attack in real time and ensured that the protection of U.S. personnel in the region is paramount. I fully support President Biden's order for the U.S. military to shoot down Iranian missiles targeting Israel, just as we did in April. ഇന്നലെ വൈകിട്ടോടെ, അതായത് ഈ സംഘർഷങ്ങളുടെയൊക്കെ തുടക്കം ഇന്നലെ വൈകിട്ടോടെ അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് ലോകത്തെ അറിയിക്കുന്നു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ള ആ മുന്നറിയിപ്പ്. അതിന് പിന്നാലെയാണ് ഈ സംഘർഷങ്ങൾ എല്ലാം അരങ്ങേറിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം ഉണ്ടായി. നമുക്ക് വൈകി വന്ന പ്രേക്ഷകർ കൂടി അറിയാനായി ഇന്നലെ അവിടെ എന്തുണ്ടായി മാപ്പിന്റെ കൂടെ സഹായത്തോടെ. അശ്വത്ത, ഇറാനിൽ നിന്ന് 2500 കിലോമീറ്റർ അകലെയാണ് ഇസ്രായേൽ. ഇറാനിൽ നിന്ന് 2500 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ മഹാരാഷ്ട്ര വരെ അത്രയും ദൂരമുണ്ട്. ആ ദൂരത്തിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. അതായത് ഇപ്പോൾ ഇസ്രായേലിലെ സമയം എന്ന് പറയുന്നത് രാവിലെ 6:30. കരമാർഗമുള്ള 2500 എന്ന് പറയുമ്പോൾ മിസൈല് വ്യോമമാർഗം 1000 അയച്ചു അല്ലെ? ഈ ഇറാനിൽ നിന്ന് ഇസ്രായേൽ ബാലിസ്റ്റിക് മിസൈലുകൾ 180 ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു. ആ ബാലിസ്റ്റിക് മിസൈലുകളെ ഇസ്രായേൽ അവരുടെ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് തടഞ്ഞു. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ തന്നെ അമേരിക്കയുടെ നാവികസേനയും ഈ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനായൊക്കെ സജ്ജമായിരുന്നു. അമേരിക്കൻ നാവികസേനയും അവകാശപ്പെടുന്നത് അവർ കൂടെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയുള്ള വിഷയം എന്താണ്, ഇസ്രായേലിൽ കഴിയുന്ന ജനങ്ങളുടെ, പ്രത്യേകിച്ച് അവിടെ ധാരാളം മലയാളികളൊക്കെ ഉണ്ട്, അവർക്ക് എന്തായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്? നേരത്തെ വിശദമായി തന്നെ നമ്മളോട് ഇസ്രായേലിൽ കഴിയുന്ന ഒരു മലയാളി, അവിടെ ഒരു ജോലി ചെയ്യുന്ന മലയാളി പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. ഞാൻ നോക്കുന്ന അപ്പച്ചനും കൂടി വൈകിട്ട് ഈവനിങ് വോക്കിന് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിരിക്കുന്ന മൊബൈൽ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തു. സാധാരണഗതിയിൽ നമുക്ക് സൈറം വരുമ്പോൾ റെഡ് അലേർട്ട് ഞങ്ങൾക്ക് ഫോണിന്റെ അകത്താകും തന്നെ വരാറുണ്ട്. അതല്ല ഇന്നലെ സംഭവിച്ചേക്കുന്നത്. ഇന്നലെ ഫോൺ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞൊരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് റെഡ് അലേർട്ട് വരാൻ തുടങ്ങുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് 1-2 സൈറിന് പകരം ടെലവീവ് ഭാഗം ഫുള്ളെന്ന് പറഞ്ഞതുപോലെ ഓരോരോ സ്ഥലങ്ങൾ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഡെസ്ട്രേബ കാണിക്കുന്നു. അപ്പൊ തന്നെ ഞാനും അപ്പച്ചനും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇന്നലെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടില്ല, ആ സമയത്ത് വന്നിട്ടില്ല. അതിനൊക്കെ മുന്നേ ആയിരുന്നു ഞങ്ങൾക്ക് വന്നിരുന്നത്. ഇന്നലെ മൊത്തത്തിലുള്ള പ്രദേശങ്ങളിൽ വന്നപ്പം ഈ ഒരു ബോർഡർ ഭാഗത്തേക്ക്, ലെബനോന്റെ വെസ്റ്റ് ബോർഡറായ ഡാൾട്ടോണിലേക്കൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എന്നാണെങ്കിലും ഇപ്പം രാവിലെ ഒരു 5:15 ഇവിടെ സൈറം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ജൂയിഷ് ന്യൂ ഇയർ ആണ് ആഘോഷിക്കുന്നത്. അതുകൂടെ പ്രമാണിച്ചുള്ള ഒരു ആക്രമണമായിട്ടാണ് ഇതിനെ കാണുന്നത്. വന്ന മിസൈലുകൾ 150 to 200 എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഒരു 10 മിനിറ്റത്തോളം കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാ വീടുകളിലും മുന്നേ പറയാനും ബങ്കറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും വീടിനകത്ത് സേഫ് ആവും. ഉള്ളവർ ബങ്കറിനകത്ത് കിട്ടും. അതിൽ കുറെ പേര് ഓടി കോമൺ ബങ്കറുകളിൽ കയറുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും. അതാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മനീഷ മാത്യുവിന്റെ പ്രതികരണമാണ്.